പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയുടെ 3-ാം മാസ ചടങ്ങിന് വേണ്ടിയിട്ട് അനന്തപുരിയിൽ നിന്ന് എല്ലാവരും എത്തിയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ നന്ദു അനിയെ കാത്തിരിക്കുകയായിരുന്നു. താൻ എടുത്തു കൊടുത്ത ഡ്രസ്സ് ഇട്ട് വരുന്ന അനിയെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ നന്ദുവിനെ ഷോക്കാക്കിയുകൊണ്ട് ആ ഒരു സമയത്ത് അനി ധരിച്ചിരുന്നത് ആ ഡ്രസ്സല്ലായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം നമ്മുടെ ആദർശ് അനി ഇട്ട ആ ഒരു ഡ്രസ്സിനെ പറ്റി പുകഴ്ത്തി സംസാരിക്കുമ്പോൾ അവന്തിക വന്ന് പറയുന്നുണ്ട്, അതെങ്ങനെ നന്നാവാതിരിക്കുക, ഞാനെടുത്ത് കൊടുത്ത ഡ്രസ്സാണ് അനിയേട്ടന്, ഞാൻ സ്നേഹത്തോടു കൂടെ എടുത്തു കൊടുത്ത ഗിഫ്റ്റ്, ആ ഒരു ഡ്രസ്സാണ് അനിയേട്ടൻ ഇന്ന് ധരിച്ചിരിക്കുന്നത്, അത് പിന്നെ ഭംഗിയില്ലാതിരിക്കുമോ എന്നൊക്കെ അവന്തിക ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അത് ശരി, ഇവളെടുത്ത് തന്നതല്ലേ, ഏതായാലും നിനക്ക് നല്ല ചേർച്ചയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടുകൊണ്ട് നന്ദു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ നന്ദുവിനെ വല്ലാതെ ഷോക്കാക്കിയിരുന്നു. അങ്ങനെ പിന്നീട് അകത്തോട്ട് കയറി പോവുകയാണ്. ആ ഒരു സമയത്ത് നന്ദുവിനെ അനി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അനിയിൽ നിന്നും മാറി മാറി നിൽക്കുകയാണ് നന്ദു ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ അനിയുടെ മനസ്സിലോട്ട്, ഇവളെന്താ എന്നെ കണ്ടിട്ട് ഒരു പരിചയം കാണിക്കാത്ത രീതിയിൽ സംസാരിക്കുന്നത്, ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാമെന്നൊക്കെ പറഞ്ഞതാണല്ലോ, എന്നിട്ട് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അനി. അങ്ങനെ പിന്നീട് അനി നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. പക്ഷേ നന്ദു മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അനി ചോദിക്കുന്നുണ്ട്, എന്താണോ താൻ മൈൻഡ് ചെയ്യാത്തത്, ഇന്നലെ രാത്രി സംസാരിച്ചപ്പോൾ വലിയ സംസാരമായിരുന്നല്ലോ, ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നിനക്ക് എന്താ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്ത് പറ്റിയെന്നുള്ളത് ഞാനാണോ അങ്ങോട്ട് പറയുന്നത്, നീ എന്ത് പണിയാണ് കാണിച്ചത്, നിന്നോട് ഞാൻ എടുത്ത് തന്ന ഡ്രസ്സ് ഇടാനല്ലേ പറഞ്ഞിരുന്നത്, എന്നിട്ട് നീ എന്താ അവന്തിക എടുത്ത ഡ്രസ്സ് ഇട്ട് വന്നത്, നിനക്ക് എന്ന് മുതൽ അവന്തിക ഡ്രസ്സ് എടുത്ത് തരാൻ തുടങ്ങിയത്, ഇപ്പോൾ അങ്ങനെയൊക്കെ ആണല്ലേ എന്നൊക്കെ പറയുമ്പോൾ, എടോ നീ എന്താ ഈ പറയുന്നത്, നിന്നെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് കരുതി, ആ പെണ്ണിന് അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ, നീ കൂടുതലൊന്നും പറയണ്ട, അവൾ പറഞ്ഞത് കേട്ടു, ഇഷ്ടത്തോടെ എടുത്തു തന്ന ഡ്രസ്സാണെന്ന്, അപ്പോൾ ഞാൻ എടുത്തു തന്നത് എന്താ ഇഷ്ടത്തോടെയല്ലേ, അതുകൊണ്ടാണോ നീ അത് ഇടാഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ആദർശേട്ടൻ ഷർട്ടിനെ കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചപ്പോൾ നീ പുളകം കൊണ്ട് നിൽക്കുകയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ കുത്തി കുത്തി പറയുന്നുണ്ട് നന്ദു. ഇത് കേട്ടപ്പോൾ അനി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, നിന്നോട് എനിക്കൊന്നും സംസാരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് പോവുകയാണ്. ആ ഒരു സമയത്ത് ഇവരുടെ സംസാരമൊക്കെ അവന്തിക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്നാണല്ലോ തോന്നുന്നത്, ഇവർ തമ്മിലുള്ള സംസാരം അത്രയ്ക്ക് ശരിയല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ആ നന്ദുവിനിട്ട് നല്ലൊരു കൊട്ടന്നെ കൊടുക്കണമല്ലോ എന്നൊക്കെ അവന്തിക ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ അവന്തിക അനിയുടെ അടുത്തോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം, നന്ദു അനിയേട്ടനെ എന്തെങ്കിലും പറഞ്ഞോ, അല്ല നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുമൊക്കെ എനിക്കറിയാം, എന്തായാലും ഈ വിവാഹം നടക്കില്ല എന്നുള്ളതും എനിക്കറിയാം, അവളെന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ കുത്തി കുത്തി ചോദിക്കുന്ന സമയത്ത്, നീ ആവശ്യമുള്ളതിൽ കയറി ഇടപെട്ടാൽ മതി, അല്ലാത്തതിൽ ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അനി ദേഷ്യം പിടിച്ച് അവിടുന്ന് പോവുകയാണ്. പക്ഷേ അനിയുടെ ആ ഒരു ദേഷ്യത്തിൽ അവന്തികയ്ക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ്. ആര് എന്നോട് ദേഷ്യപ്പെട്ടാലും ഞാൻ സഹിക്കും, പക്ഷേ അനിയേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടാൽ ഞാൻ സഹിക്കില്ല, അവൾക്ക് നല്ലൊരു കുട്ടി തന്നെ കൊടുക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എടുത്ത സാരി കൊള്ളാലോ, ഇത് ആരും എടുത്ത് തന്നതാ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അനിയാണ് എടുത്ത് തന്നത് എന്നൊന്നും നന്ദു പറയാൻ പോകുന്നില്ല. എനിക്കുള്ള ഡ്രസ്സ് ഞാൻ തന്നെ അല്ലാതെ വേറെ ആരെടുക്കാനാ എന്നൊക്കെയാണ് നന്ദു മറുപടി പറഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്ത് അവന്തിക പറയുന്നുണ്ട്, അനിയേട്ടൻ കൊടുത്ത ഡ്രസ്സ് നീ കണ്ടായിരുന്നോ, ഞാനെടുത്ത് കൊടുത്തതെന്നൊക്കെ പറയുമ്പോൾ, ഓ ഞാൻ അറിഞ്ഞു, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നന്ദു ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇങ്ങനെ മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് അവന്തിക പറയുന്നുണ്ട്, ഞാൻ അനിയേട്ടനും വളരെയധികം ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്തു കൊടുത്തതാണ്, എന്തായാലും അനിയേട്ടന് പെണ്ണാലോചിച്ച് തുടങ്ങുകയാണ്, എനിക്കെന്താണെന്നറിയില്ല, അനിയേട്ടനും പണ്ട് മുതലേ ഇഷ്ടമാണ്, ഞാൻ സ്നേഹിച്ചതാണ്, പക്ഷേ ഞാൻ അക്കാര്യത്തെക്കുറിച്ച് തുറന്ന് പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഞാൻ തുറന്ന് പറയാൻ പോകുന്ന അവസരമാണ്, എനിക്ക് അനിയേട്ടനും വളരെയധികം ഇഷ്ടമാണ്, ഇനിയിപ്പോൾ ആ അനാമിക എന്ന് പറയുന്നവൾ എന്തായാലും ജീവിതത്തിലേക്ക് വരില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അനിയേട്ടനെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ആ നവീനേട്ടനാണെങ്കിൽ ആ ആലോചനയായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിലും അയാൾക്ക് വേറെ ഏതോ പെൺകുട്ടിയുമായിട്ടുള്ള ഇഷ്ടം ആണെന്നാണ് പറഞ്ഞത്, അതുപോലെ എൻ്റെ മനസ്സ് ഈശ്വരൻ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ആ ഒരു ബന്ധം അങ്ങനെ ഒഴിഞ്ഞു പോയത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഒഴിയുമെന്ന് കരുതി നിൽക്കുകയായിരുന്നു, ഏതായാലും അത് വളരെ നന്നായി, അതുകൊണ്ട് എനിക്ക് എൻ്റെ അനിയേട്ടനെ സ്വന്തമാക്കാൻ കഴിയും, ജാനകി അമ്മയോടാണെങ്കിൽ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ താല്പര്യമായിരിക്കും, എന്നെ വളരെ ഇഷ്ടമാണ് ജാനകി അമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിൻ്റെ മനസ്സിൽ തീ കോരിയിട്ടിട്ട് അവന്തിക അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് നന്ദു ആണെങ്കിൽ വളരെ സങ്കടപ്പെട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ആ ബന്ധം അവരെല്ലാവരും ചേർന്ന് നടത്തുമോ, പ്രത്യേകിച്ച് എന്നോട് എതിർപ്പുള്ള സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കെട്ടിക്കഴിഞ്ഞാൽ അനിയെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്, അത് ഇവളാണെങ്കിൽ എല്ലാവർക്കും സമ്മതമായിരിക്കുമല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഈശ്വര എന്നൊക്കെയുള്ള ചിന്തിച്ചിട്ട് വളരെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് നന്ദു.